ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യുന്ന എക്സസൈസ് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിക് കൺട്രോൾ ചെയ്യുന്നതിനുള്ള യോഗയാണ്. ഇന്നിപ്പോൾ മിക്ക ആളുകൾക്കും ഡയബറ്റിക് ഉള്ള ആളുകളാണ്. അപ്പോൾ അത് യോഗയോടൊപ്പം തന്നെ ഡയറ്റും പാലിച്ചെങ്കിലേ നമുക്ക് ഷുഗറിനെ അല്ലെങ്കിൽ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കുറച്ച് ഏതാനും എക്സസൈസുകൾ ചെയ്യാം. അപ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ബ്രീത്ത് എക്സസൈസും കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് യോഗ ചെയ്യുകയാണെങ്കിൽ 1 മാസം കൊണ്ട് നമുക്ക് ഡയബറ്റിക് കുറയ്ക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും യോഗ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാം അല്ലേ? നമ്മളിന്ന് ഇവിടെ തുടക്കം ഇരുന്ന് തന്നെ ചെയ്യാദ്യം. ഇങ്ങനെ കുറച്ച് ചെയ്ത് നോക്കുക. ഇങ്ങനെ പിരിഞ്ഞ് ഇവിടെ ഈ നമുക്ക് പാൻക്രിയാസിന്റെ പ്രവർത്തനം ആണല്ലോ ഷുഗർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇവിടെ എപ്പോഴും ഒരു പ്രസ് ആയിക്കൊണ്ടുള്ള യോഗകളാണ് ഇതിന് നല്ലത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് പിരിയുന്നുണ്ട്, വയറൊന്ന് പിരിയുന്നു. ഇങ്ങനെ കുറച്ച് സമയം ചെയ്യുക, കുറച്ച് എണ്ണം ചെയ്യുക. എന്നിട്ട് നമുക്ക് സാവധാനം എണീറ്റിട്ട് കുറച്ച് വാമപ്പ് ചെയ്യാം ചെറുതായിട്ട്. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുക്കുക, വിടുക. ബ്രീത്ത് നന്നായിട്ട് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. 10 പ്രാവശ്യമൊക്കെ ചെയ്യുന്നുള്ളൂ. ഇവിടെ കുറച്ച് 10 മിനിറ്റ് എക്സസൈസ് ആണ് ചെയ്യാൻ വിചാരിച്ചത്. പിന്നെ നമുക്ക് ഇത് കുറച്ചു നേരം ഇങ്ങനെ ചെയ്തിട്ട് ശരീരം ഒന്ന് വാമപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. One, 2, 3, 4, 5, 6. ഈ പാൻക്രിയാസിന്റെ ഒരു പ്രവർത്തനം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ചെയ്താൽ മതി. ഇത് കുറെ ഒരു 24-40 പ്രാവശ്യമൊക്കെ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. അതായത് കാല് ഇങ്ങനെ താഴോട്ട് തൂക്കിയിടുക. ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10. ഇനി അടുത്തത് 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഇങ്ങനെ വെച്ചിട്ട് 1 2 3 4 5 6 7 8 9
10. 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി അടുത്തൊന്നിങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അത് ജസ്റ്റ് തിരിച്ചു 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നമ്മൾ നല്ലൊരു എക്സസൈസ് ചെയ്യാണ്. പാദഹസ്താസനം എന്ന് പറയും. ഇത് ഷുഗറുള്ള ആളുകൾക്ക് നല്ലതാണ്. ഇവിടെ ബട്ടക്സ് ഇങ്ങനെ പൊങ്ങിയിട്ടെടുക്കണേ. വൺ, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. One, 2, 3, 4, 5, 6, 7, 8, 9, 10. നമുക്ക് ഇരുന്നു കൊണ്ട് കാല് നീട്ടി വെച്ചിട്ട് ഇങ്ങനെ വലത്തെ കാല് വയറിനോട് അടുപ്പിച്ച് പിടിച്ചിട്ട് ഈ ഓപ്പോസിറ്റ് കൈ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ബാക്കിൽ കൈ കുത്തിയിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതിനധികം ബാക്കോട്ട് ചാഞ്ഞ് ഇരിക്കണ്ട, ഒരു നോർമലിൽ ഇരുന്നാൽ മതി. എന്നിട്ട് ആദ്യം തല റിലീസ് ചെയ്യുക, എന്നിട്ട് കൈ നേരെയാക്കുക, എന്നിട്ട് കാല് നേരെ ഇരിക്കുക. ഇനി അടുത്തത് വയറിനോട് അടുപ്പിച്ച് പിടിക്കണം. ഇത് ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷുഗർ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇതിന്റെ ഓപ്പോസിറ്റ് കൈ കൊണ്ട് പിടിക്കുക. 1, ഒരുപാട് അങ്ങോട്ട് വളഞ്ഞിരിക്കണ്ട. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി അടുത്തത് വെക്കുക, കാലിങ്ങനെ വെക്കുക, കൈ വെക്കുക, എന്നിട്ട് ഈ ഇടത്തെ കാൽ ഇങ്ങോട്ട് വെക്കുക, വലത്തെ കാൽ ഇതിന്റെ ഇപ്പുറം വെക്കുക, വലത്തെ കൈ കൊണ്ട് ഇപ്പുറത്തൂടെ പിടിക്കുക, എന്നിട്ട് ബാക്കോട്ട് കൈ വെച്ചിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. തല നേരെയാക്കുക, കാല് റിലീസ് ആക്കുക, കൈ എടുക്കുക, തല നേരെയാക്കുക. ഇനി അടുത്ത കാല്
ഇങ്ങനെ വെക്കുക. ഇവിടെ വെക്കുക, കൈ ഇവിടെ വെക്കുക, കൈ ബാക്കിലേക്ക് വെക്കുക. ഇങ്ങനെ അധികം ട്വിസ്റ്റ് ചെയ്ത് നിൽക്കണ്ട, ഒന്ന് ലേശം മതി. 1 2 3 4 5 6 7 8 9 10. കൈ തല മാറ്റുക, കൈ എടുക്കുക, കാല് നേരെയാക്കുക. ഇനി അടുത്തത് കിടക്കുക. 1 2 3 4 5 6 7 8 9 10. ഒന്നുകൂടി. ഇതൊക്കെ ഈ പാൻക്രിയാസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വയറിനെ മുട്ടിച്ചുകൊണ്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നത്. 1 ഇങ്ങനെ ഒരു 10 പ്രാവശ്യമോ 20 പ്രാവശ്യം എത്ര വേണമെങ്കിലും ചെയ്യാം, കുറെ എണ്ണം ചെയ്യാം. ഇനി കുറച്ച് ബ്രീത്ത് എക്സസൈസും കൂടെ ചെയ്യാം. നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് പ്രാണായാമവും കൂടി കൂട്ടത്തിൽ ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ പ്രാണായാമം എന്നാൽ കുറച്ച് ടൈമിൽ സമയം ഇത് വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് കുറച്ച് ടൈം ഓരോന്ന് 2 പ്രാവശ്യം ചെയ്തിട്ട് നിർത്താം. പിന്നെ ശരിക്കും പ്രാണായാമം ചെയ്യുന്ന സമയത്ത് വിരലിങ്ങനെ വെച്ചിട്ട് ഈ 2 വിരൽ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. പക്ഷെ നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത് പിടിച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ കൈ ചിന്മുദ്രയിൽ വെച്ചിട്ട് ഒരു നോർമൽ ബ്രീത്തിങ്ങും ചെയ്യാം. പിന്നെ നാഡീശുദ്ധി പ്രാണായാമം കൂടി ചെയ്യാം. ആദ്യം പതുക്കെ ശ്വാസം എടുക്കുക, വിടുക. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഇടത് മൂക്കിലൂടെ പിന്നെ വിടുക. പിന്നെ വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വലത് മൂക്കിലൂടെ വിടുക. അത് 3 പ്രാവശ്യം. നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണേ. മൂന്ന് പ്രാവശ്യം ചെയ്ത പക്ഷെ ശ്വാസം എടുക്കുന്ന സമയത്ത് അങ്ങനെ ആവണ്ട, ഇരുന്ന ഇരിപ്പിൽ മാത്രം മതി. ഇനി വലത് ഭാഗത്തത്. ഇനി അടുത്തത് ശ്വാസം എടുക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, വലത് മൂക്കിലൂടെ വിടുക. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, ഇടത് മൂക്കിലൂടെ. ഒരു 3 പ്രാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഹോൾഡ്, ശ്വാസം എടുക്കുക, ഹോൾഡ്, ശ്വാസം എടുക്കുക, ഹോൾഡ്, ശ്വാസം വിടുക. ഇങ്ങനെ കുറേ തവണ ചെയ്യുക. നമ്മൾ വീഡിയോ നീണ്ടുപോകുന്നതിൽ കുറച്ച് ചെയ്യുക. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ.